മൈക്കിൻ്റെ ആളൊന്നും ഇങ്ങോട്ട് വന്നാൽ നല്ലതാ. നമസ്കാരം. വേദി ദേശീയ പരിസ്ഥിതി സമ്മേളനം, അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്ന ഭാരിച്ച ചുമതലയാണ് മുഖ്യദാസന്റെ തലയിൽ വെച്ചുകൊടുത്തിട്ടുള്ളത്. ഈ അടുത്ത കാലത്തായി കുറെ കാലങ്ങളായിട്ട് മുഖ്യദാസന്റെ പ്രഭാഷണങ്ങൾ, അതായത് എഴുതി വായനകൾ നമ്മളിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ മൈക്കുമായുള്ള വടംവലിയുടെ പേരിലോ അല്ലെങ്കിൽ പിണക്കത്തിന്റെയോ ഉണക്കത്തിന്റെയോ ഒക്കെ പേരിലായിരിക്കും. എന്നാൽ നമ്മുടെയൊക്കെ അതിലുള്ള വിരസത മാറ്റാൻ വേണ്ടി മറ്റൊരു വഴിയിലൂടെ അദ്ദേഹം വ്യത്യസ്തനായിരിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ മൈക്കിന് മുന്നിലേക്ക് ക്ഷണിക്കാൻ 1-2 സെക്കൻഡ് വൈകിപ്പോയത്രേ. വിളിക്കേണ്ടവർക്ക് എന്തോ ഒരു താമസമുള്ള പോലെ ഇങ്ങോട്ട് പോകുന്നു. ഓരോ വിനാഴിക നേരത്തിനും വലിയ പ്രാധാന്യമുള്ള ആളാണെന്ന് അറിഞ്ഞുകൂടായിരുന്നോ സംഘാടകരെ? റോഡിലെ മനുഷ്യരെല്ലാം ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് പാഞ്ഞു പറിച്ചു പോകുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ? സമയത്തിന് വലിയ വിലയുള്ള ആളാണ്. ചെന്നിട്ട് വേണം വാരലിന്റെ സ്പീഡ് കൂട്ടാൻ. വിളിക്കേണ്ടവർക്ക് എന്തോ ഒരു താമസമുള്ള പോലെ ഇങ്ങോട്ട് പോകുന്നു. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യുമെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആട്ടിൻ സൂപ്പ് രായാവിന് ഇഷ്ടമല്ല, നെമ്മി മാത്രമേ ഇഷ്ടമുള്ളൂ നോൺ വെജിൽ. അതുകൊണ്ടാണ് ക്ഷമയില്ലാത്തത്. ജനങ്ങളടുത്ത് വളരെ അത്യാവശ്യമായിട്ട് അദ്ദേഹത്തിന് പറയാനുണ്ടെന്ന് തോന്നുന്നു. മറന്നു പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് പറഞ്ഞു രായാവേ. സഹോദരി സഹോദരന്മാരെ, എന്തോ സ്നേഹത്തോടെയുള്ള ആ സഹോദരി സഹോദരന്മാരെ വിളി കേട്ടിട്ട് എന്തോ ഇന്ന് സ്വന്തമായിട്ട് പ്രസംഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചോട്ടെ. Let me extend a warm welcome to all of you to Kerala, God's own country. ദാ കിടക്കുന്ന ചട്ടിയും കല്ലും. എന്തൊരു ചേർച്ച ആ അഭിസംബോധനയും പ്രസംഗത്തിന്റെ തുടക്കവും കൂടെ. സഹോദരി സഹോദരന്മാരെ, ലെറ്റ് മീ എക്സ്റ്റെൻഡ് മൈ അലുവ മത്തിക്കറിയും പോലുണ്ട്. ഈ എഴുതി തരുന്നവന്മാർക്കും വന്ന് യാതൊരു ഇല്ലേ? I hope the time that you spend here will be both fruitful and inspiring. ഫ്രൂട്ട്ഫുൾ ആയില്ലെങ്കിലും ഇൻസ്പയറിംഗ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ആ ഉദ്ഘാടനം ചെയ്യാനുള്ള വരവിന് മുന്നോടിയായി നടത്തിയ ആ ഒരു പ്രഹസനത്തിൽ തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഘടകങ്ങൾ കുത്തി നിറച്ചിരുന്നു. വിളിക്കേണ്ടവർക്ക് എന്തോ ഒരു താമസമുള്ള പോലെ ഇങ്ങോട്ട് പോകുന്നു. എൻ്റെ പൊന്നു രായാവേ, ഈ ഇംഗ്ലീഷിലുള്ള എസ്സേ നോക്കി വായിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ധൃതി കാണിച്ചത്? ഞങ്ങളുടെ PV മാസ്ഡ എന്ന് പറഞ്ഞ അന്തങ്ങൾ ഇപ്പൊ ഇരച്ചു കയറി വരും. അതാ ഇതിനേക്കാൾ സഹിക്കാൻ പറ്റാത്തത്. Marked by meaningful discussions and productive deliberations. ദൈവത്തെ ഓർത്തല്ല, കാറലും ഇത്തപ്പനെ ഓർത്ത് ആ കടലാസ് മുറുക്കി പിടിച്ചോണ്. അല്ലെങ്കിൽ പാവപ്പെട്ട മൈക്കിന്റെ പെടലി ഒടിയും അനൗൺസ് ചെയ്തവന്റെ കാര്യത്തിലും തീരുമാനമാകും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രസ്ഥാനത്തിനിട്ട് പണിയാൻ പുറത്തു നിന്നുള്ള ഒരാളുടെ ആവശ്യമില്ല. തള്ളാൻ ആളെ ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അവസാനം ആണി അടിക്കാൻ ഒരാൾ ഒറ്റയ്ക്ക് മതി. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ഭരണം മടുത്തും തോന്നുന്നല്ല. തോൽപ്പിക്ക്. ആരെങ്കിലും അബദ്ധത്തിൽ ഞങ്ങളെ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: തോൽപ്പിക്കൂ എന്ന് ജനങ്ങളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതായിട്ടാണ് ഓരോ പ്രഹസനവും ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ അങ്ങുന്നിനോടുള്ള ഒരു പ്രത്യേക താല്പര്യക്കുറവുകൊണ്ട് പറയുക എന്ന് കണക്കാക്കിയാൽ മതി. ഒരുപാട് സമയം അവിടെ ഇരുന്ന എന്തോ അസ്കിത തോന്നും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടി എഴുന്നേറ്റ് പ്രസംഗിക്കാൻ വന്നത് എന്നൊക്കെ കണ്ണുകടിയുള്ളവർ പറയുന്നുണ്ട്. ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തിനാ? വിളിക്കേണ്ടവർക്ക് എന്തോ ഒരു താമസമുള്ള പോലെ ഇങ്ങോട്ട് പോകുന്നു. പ്രസംഗിക്കാൻ പെട്ടെന്ന് വിളിച്ചാൽ കുറ്റം, വിളിക്കാൻ 2-3 സെക്കൻഡ് താമസിച്ചാൽ കുറ്റം, പ്രസംഗിച്ചു കഴിഞ്ഞ് നന്ദി പറഞ്ഞാൽ അതിന് കുറ്റം, പ്രസംഗത്തിന് ശേഷം അടുത്ത ആളെ വിളിച്ചാൽ അത് കുറ്റം, വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും എഴുതി വായിക്കാത്ത വേറെ പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് പ്രശ്നം, പറഞ്ഞു തീർന്നു കഴിഞ്ഞും ബാക്കിയുള്ളവർ പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നം, പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും സംസാരിച്ചാൽ അത് പ്രശ്നം, പ്രസംഗത്തിന് ആരെങ്കിലും കൈയടിച്ചില്ലെങ്കിൽ അത് പ്രശ്നം, എല്ലാവരും കൂടെ ചേർന്ന് ബഹളം ഉണ്ടാക്കി കൈയടിച്ചാൽ അതിന് പ്രശ്നം, തമ്പുരാൻ വരുമ്പോൾ ഒരു സെൽഫി എടുത്തോട്ടെ എന്നും ചോദിച്ചുകൊണ്ട് അടുത്ത് വന്നാൽ അത് പ്രശ്നം, തമ്പുരാൻ നടന്നു പോകുമ്പോൾ ഇനി മൈൻഡ് ചെയ്യാതിരുന്ന അത് പ്രശ്നം, കൂവിയാ പ്രശ്നം, കറുപ്പിട്ടാ പ്രശ്നം. എന്തിന്? കക്കൂസ് വണ്ടി റോഡിൽ കൂടെ പോയ സമയത്ത് കാറ്റ് കൊള്ളാൻ പോലും അവിടെ നിന്ന പ്രശ്നമായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭരണം മടുത്തിട്ട് ഒന്ന് ഇറക്കിത്താ എന്നാണ് ജനങ്ങളോട് പറയാതെ പറയുന്നതെങ്കിൽ ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് പറയണ്ട, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞോ. 2 മാസം കൂടെ ഉറച്ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാം. അതല്ല, ഇനി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മാറ്റി ഇവിടെ ബംഗാളികളെ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. മലയാളികളെയൊക്കെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് മാറ്റിയിട്ട്
മറ്റുള്ള മനുഷ്യരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ അങ്ങ് മുടിക്കാൻ തുടങ്ങുക. കാരണം ഞങ്ങൾക്ക് മടുത്ത് രായാവേ. നിങ്ങൾക്ക് കുടുംബത്തിനകത്ത് വല്ല പ്രശ്നം ഉണ്ടെങ്കിലോ നിങ്ങൾ വാരുന്നതിൽ നിങ്ങൾക്ക് നേരത്തെ പോലെ സ്പീഡില്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രത്യേക വല്ല സ്വകാര്യ അസുഖങ്ങളുടെ പ്രശ്നം ഉണ്ടെങ്കിലോ അതൊന്നും നാട്ടുകാരുടെ നെഞ്ചത്തല്ല കാണിക്കേണ്ടത്. നാട്ടുകാരുടെ ലക്ഷക്കണക്കിന് രൂപ പൊടിച്ച് വലിയ വലിയ സ്റ്റേജും കെട്ടി എല്ലാ അറേഞ്ച്മെൻറ്റുകളും നടത്തി ഗസ്റ്റുകളെയും വിളിച്ചു വരുത്തി കുറേ ആളുകളെയും പിടിച്ച് മുന്നിൽ ഇരുത്തിയിട്ട് അവരുടെ മുന്നിൽ നിരന്തരം ഇങ്ങനെയുള്ള പ്രഹസനം കാണിച്ചാൽ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? വിളിക്കേണ്ടവർക്ക് എന്തോ ഒരു താമസമുള്ള പോലെ ഉണ്ടായി ഇങ്ങോട്ട് പോകുന്നു. സഹോദരി സഹോദരന്മാരെ, എന്തൊരു കുലീനത എൻ്റെ പൊന്നങ്ങുന്നേ. എന്തുമാത്രം എസ്സേ ഇങ്ങനെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ തെലുങ്കിലോ ഉറുദുവിലോ ഒക്കെ എഴുതി വായിച്ചാലും എത്ര PR വർക്കുകൾ സൈഡിൽ കൂടെ നടത്തിയാലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മളെന്ന നമ്മളുണ്ടല്ലോ, യഥാർത്ഥ നമ്മൾ, അത് പുറത്തു വരും. എന്നാലും എന്തുമാത്രം ഉദ്ഘാടനം ഈ 10 വർഷത്തിനകം നടത്തി, എന്തുമാത്രം റിബൺ മുറിച്ച്, എന്തുമാത്രം തിരി കത്തിച്ച്, എന്തുമാത്രം മൈക്കിന് മുന്നിൽ നിന്ന് പ്രസംഗിച്ച് മൈക്കുകൾ വരെ ജീവത്യാഗം ചെയ്യാൻ തുടങ്ങിയില്ലേ ഒരറ്റത്തുനിന്ന്. എന്നിട്ടും ഇത്രയും മുട്ടലാണോ? അതല്ല, എത്രയും പെട്ടെന്ന് പരിപാടിയൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് പോയി റെസ്റ്റ് എടുക്കാനാണെങ്കിൽ ആജീവനാന്ത വിശ്രമം അനുവദിച്ച് തന്നിരിക്കുക കേരള ജനത. അതിൽ യാതൊരു സംശയവും വേണ്ട. വേറെ കുറേ പേര് പറയുന്ന മൈക്ക് ഓപ്പറേറ്റർ രായാവ് വരുന്ന വരവ് കണ്ടപ്പോഴേ പേടിച്ച് ബോധം കെട്ട് വീണ് അങ്ങനെ വിളിക്കാൻ താമസിച്ചാന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വന്ന് നിന്നുടനെ അല്ല വിളിക്കാനൊരു താമസം, അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്നത് എന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞപ്പം അവിടെ ഇരിക്കുന്നവരെല്ലാം കൂടെ ചിരിച്ചത് കേട്ടോ. എന്തോ ഒരു താമസമുള്ള പോലെ ഉണ്ടായി ഇങ്ങോട്ട് പോകുന്നു. ചിരിച്ചില്ലെങ്കിൽ ചിരിക്കൂ എന്നുള്ളതാണ് ആ മുഖം പൊക്കിയുള്ള നോട്ടത്തിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കി ചിരിച്ചു കൊടുത്തില്ലെങ്കിൽ എല്ലാവരും ഉറങ്ങുവാണോ എന്ന് ചോദിക്കും. ഇനി ചിരി ഒരു ഇത്തിരിയും കൂടെ നീണ്ടുപോയാൽ അതും പ്രശ്നമാണ്. മുന്നിൽ ചെന്ന് ഇരിക്കുന്നവരും വല്ല ഡയപ്പറും ഒക്കെ ഉപയോഗിക്കുന്നേ നല്ലത്. എപ്പോഴാ മുള്ളിക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല. തമാശ പോലും ഇപ്പോൾ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. ഒരു തമാശ പറഞ്ഞാൽ പോലും അതിന് ഇത്രയും കനവാ. ആ പരുവത്തിലെത്തി. മുഖത്താണെങ്കിൽ എപ്പോഴും ഒരു കടന്നൽ കുത്തിയ ഭാവം, അതങ്ങ് സ്ഥായി ഭാവമായിട്ട് മാറുകയും ചെയ്തു. ഇനി ഒരു തിരിച്ചുവരവ് അതിന് യാതൊരു സാധ്യതയുമില്ല രായാവേ. ഇനിയിപ്പം മലയാളം പ്രസംഗം എഴുതി കൊടുക്കാൻ ഉത്തരവിട്ടിട്ട് ഇംഗ്ലീഷ് പ്രസംഗം എഴുതി കൊടുത്തതിലുള്ള അമർഷം വല്ലതും ആണോ? അല്ല, ആരോടുള്ള എന്തിനോടുള്ള അമർഷമാണെങ്കിലും സഹിക്കേണ്ടത് നാട്ടുകാരാണ്. നാട്ടുകാരല്ലേ ആ കസേര തന്നത്. ഏതായാലും ഇലക്ഷൻ വരുന്നത് കൊണ്ട് പ്രസംഗം മുഴുമിപ്പിച്ച്, അല്ലായിരുന്നെങ്കിൽ എഴുന്നേറ്റ് പോയേനെ. അപ്പോൾ എന്താണെങ്കിലും അണികളൊക്കെ ഒരു വശത്തു നിന്ന് റീൽസ് ഇട്ട് വെളുപ്പിക്കാനുള്ള പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കൂ. അങ്ങൊന്നായിട്ട് ഇങ്ങനെ തന്നെ തുടരും.